blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരിക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് എരൂരിൽ നിന്നുള്ള മോഹനനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, അവരുടെ മകൻ പ്രശാന്തിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പ്രശാന്ത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രശാന്തിനെ അനുഗ്രഹിക്കുന്നു. തൻ്റെ വിവാഹം എത്രയും വേഗം നടക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ആ മകൻ്റെ മേലങ്ങ് വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതൽ തനിക്ക് വർക്കുകൾ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മകൾ പ്രബീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് സനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മക്കൾ അല്ലുവിനും അച്ചുവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ആത്മീയമായി ഏറ്റവും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവൻ ഈ വർഷം ഉടനീളം ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ, മറ്റെല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവെ നീ സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജനുവരി 22 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടി, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ജനുവരി 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. സഹോദരിയുടെ പേര് ഗ്രേസി ജോസഫ് എന്നാണ്. ഈ സഹോദരിക്ക് മാർച്ച് മാസം 9 2015 മാർച്ച് മാസം 9 അന്ന് തൻ്റെ 50ാമത്തെ ജന്മദിനമായിരുന്നു. അന്ന് താൻ വീട്ടിലായിരുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ ഈ ഒരു ശരീരത്തിൻ്റെ ഭാഗത്ത് കടുത്ത വേദനയും കൈയൊക്കെ കഴക്കുന്നത് പോലെ തോന്നി. താൻ പെട്ടെന്ന് ആ ഒരു വേദന എടുത്ത സമയത്ത് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞത് അത് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നീട് ഭർത്താവ് വിളിച്ചപ്പോൾ ഈ സഹോദരിയെ കിട്ടിയില്ല. അപ്പോൾ തന്നെ ഭർത്താവിന് മനസ്സിലായി സഹോദരിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചു. ഭർത്താവ് ഉടനെ തന്നെ താഴെയുള്ള വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്തോ സംഭവിച്ചു. അവർ ഉടനെ തന്നെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ കഷ്ടപ്പെട്ട് ഈ സഹോദരി വളരെ ഇഴഞ്ഞൊക്കെ വന്നിട്ട് ആ ഡോറ് തുറന്നു. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് തനിക്ക് സ്ട്രോക്ക് വന്നതാണ്. ആ കടുത്ത രീതിയിൽ ആ സ്ട്രോക്ക് വന്നതിന് ശേഷം താൻ കുറേ അധികം ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു. വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു തൻ്റെ ആ കണ്ടീഷൻ ആയിരുന്നത്. അതിനുശേഷം ഹോസ്പിറ്റലിലെ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നായിരുന്നു അത് വീണ്ടും വന്നത്? ആദ്യം വന്നത് 9-ാം തീയതി എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ ICU വേക്കൻ്റ് ഇല്ല, എത്രയും പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കാളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എക്സ് മിലിറ്ററി ആയതുകൊണ്ട് നേരെ ആർമി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് അവർ 13 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ബോധം എന്താ സംഭവിച്ചതെന്ന് ഡോക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലുമുള്ള ഒരു വന്നത്. അപ്പം എൻ്റെ ഈ കൈ ഇത് സ്ട്രോക്കായിപ്പോയി. അത് കഴിഞ്ഞ് 2 ദിവസം തന്നെ അവിടെ കിടത്തിയിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പറഞ്ഞ് കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ട് ഇത്. അപ്പോൾ അന്ന് തന്നെ കാണാനാണ് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ കാലേ ചെരുപ്പോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് നമുക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഭിത്തിയെ പിടിച്ച് വന്ന് എൻ്റെ ഡ്രോയിങ് റൂമിൽ കട്ടിലെ കിടന്നുകൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേ കാണും. മാർച്ച് 30-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പം ബ്രദർ ഡാമിയൻ ബ്രദർ അതെൻ്റെ പേര് പറഞ്ഞിങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ബ്രദർ അതിൽ പറഞ്ഞു. ഗ്രേസി എന്ന പേരുള്ളൊരു സഹോദരി വളരെ ഹൃദയ നുറുക്കത്തോടുകൂടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. 3 വിഷയങ്ങളാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 1 ഒരു രോഗമാണ്, 2ാമത്തേത് കുടുംബത്തിലെ വിഷയം, 3 സാമ്പത്തിക വിഷയം. ഈ 3 വിഷയത്തിനും കർത്താവ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തിൽ ആദ്യം എൻ്റെ തലേന്ന് ഉള്ളങ്കാല് വരെ എനിക്ക് കരണ്ട് അടിക്കുന്ന പോലെയാണോ ഷോക്കാണ് അവർ
ഒരു വിറയൽ പോലെയാണ്. ഞാൻ ആ കട്ടിലേന്ന് യേശു ഇത് ഞാൻ തന്നെ, ഞാനങ്ങ് ചാടി എണീറ്റു. കാരി എണീറ്റിട്ട് ആദ്യം ഞാൻ ഈ കൈ പൊക്കി നോക്കി. അത് കഴിഞ്ഞ് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിലത്തെ എല്ലാ ജോലിയും ചെയ്ത് മകളെയും പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു കുഴപ്പമില്ല എനിക്ക്. സ്ട്രോക്ക് വന്ന് രണ്ടാമതും സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയി കട്ടിലിൽ കിടന്നിരുന്ന ഒരു സഹോദരിയ പറയുന്നത്, പ്രാർത്ഥിച്ച അതേ സമയത്ത് കർത്താവ് സ്പർശിച്ചു, സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ അത്ഭുതമാണ് ഈ നിൽക്കുന്നത്. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാമോ? When you use the name of Jesus, യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ the lame will walk, മുടന്തർ നടക്കും, the blind will see, അന്ധർക്ക് കാഴ്ച ലഭിക്കും, cancer will leave, ക്യാൻസർ രോഗം അത് സൗഖ്യമാകും, back pain will leave. നടുവേദന സൗഖ്യമാകും. There is remedy for every disease. എല്ലാ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയുണ്ട്. One medicine, every disease. ഒറ്റ മൂലിയാണ്, ഒരൊറ്റ മരുന്നാണ് എല്ലാ രോഗങ്ങൾക്കും. Hallelujah. ഹല്ലേലൂയ. Number 2, 2, power for witnessing. സാക്ഷിയാകുവാനുള്ള ശക്തി. Power for witnessing. കർത്താവിന്റെ സാക്ഷിയാകുവാനുള്ള ശക്തി. Acts 1:8. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. Famous verse. വളരെ പ്രസിദ്ധമായ വചനം. It says, but you will receive power when the Holy Spirit comes on you, and you will be my witness in Jerusalem and all Judea and Samaria and to the ends of the world. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. The Bible says, when you receive power, വചനം ഇവിടെ പറയുകയാണ്, നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ you will be my witness. നിങ്ങൾ എന്നെ സാക്ഷികളാകും. You need to have that power to be a witness for the Lord. നിങ്ങൾക്ക് കർത്താവിന്റെ സാക്ഷികളാകുവാൻ കർത്താവിന്റെ ശക്തി ആവശ്യമാണ്. Again, Acts 4:33. അപ്പോസ്തല പ്രവൃത്തികൾ 4:33. With great power the apostles continued to testify to the resurrection of the Lord Jesus, and much grace was upon them all. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചു പോന്നു. എല്ലാവർക്കും സമൃദ്ധമായ കൃപ ഉണ്ടായിരുന്നു. What Shakti? എന്ത് ശക്തിയാണ്? The great power. മഹാശക്തി. The apostles testified, witnessed, preached with great power. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം When വഹിച്ചു. do you receive this power? നിങ്ങൾക്ക് എപ്പോഴാണ് അത് ലഭിച്ചത്? Acts 1, according to Acts 1:8, you receive this power when the Holy Ghost comes on you. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പ്രകാരം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് ശക്തി ലഭിക്കുന്നത്. How many of you want to be a witness for the Lord? കർത്താവിന് വേണ്ടി സാക്ഷിയാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Receive that power right now. ഇപ്പോൾ കർത്താവിന്റെ ശക്തി സ്വീകരിച്ചാലും When the Holy Ghost comes on you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you will receive power. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. And that power will not just make you a witness in Patharipalam. പത്തരിപ്പാലത്ത് യേശുവിനെ സാക്ഷിയാകാൻ മാത്രമല്ല, And that power will not just make you a witness in your locality, നിങ്ങളുടെ ആ ദേശത്ത് മാത്രമല്ല, but throughout Kerala, throughout India, and to the ends of the world. കേരളത്തിലെമ്പാടും ഇന്ത്യയിലുടനീളം ലോകമെമ്പാടും യേശുവിന്റെ സാക്ഷിയാകുവാനുള്ള ശക്തിയാണ് നിന്റെ മേൽ കർത്താവ് പകരുന്നത്. When the Holy Ghost comes on you and when you receive the power, you will go international. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ആ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഇന്റർനാഷണൽ ആയി മാറുന്നു. Hallelujah. ഹല്ലേലൂയ. Number 3, 3, power to perform miracles. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തി. You know, miracles can be done through the power that we receive. നമ്മൾ സ്വീകരിക്കുന്ന ഈ ശക്തിയിലൂടെ അത്ഭുതങ്ങൾ നടക്കും. Jesus had power and he used that power to do a lot of miracles. കർത്താവിന് ശക്തി ഉണ്ടായിരുന്നു, അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാനായി അത് ഉപയോഗിച്ചു. Jesus multiplied bread, he changed water into wine, did a lot of miracles, delivered a lot of people. യേശു അപ്പത്തെ വർദ്ധിപ്പിച്ചു, വെള്ളത്തെ വീഞ്ഞാക്കി അനേകരെ വിടുവിച്ചു. And again, that same power is in you. അതേ ശക്തി തന്നെ നിങ്ങളിലുണ്ട്. And you can use the same power. ആ ശക്തി നിങ്ങൾക്ക് ഉപയോഗിക്കാം. Acts 4:30. അപ്പോസ്തല പ്രവൃത്തികൾ 4:30. He said, stretch out your hand to heal and perform miraculous signs and wonders through the name of your holy servant Jesus. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും തന്നെ. He said, stretch out your hands. അവിടെ പറയുകയാണ്, അങ്ങയുടെ കൈകളെ നീട്ടണമേ, using the name of the Lord Jesus, കർത്താവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട്, using the power in the name of the Lord Jesus, കർത്താവിന്റെ നാമത്തിലെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, and do wonders, miracles, signs and wonders. Do anything. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണോ അതെല്ലാം ചെയ്യുക. You can do anything. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നാമത്തിൽ ചെയ്യാം. One thing we must know is that, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, very important thing, വളരെ പ്രധാനപ്പെട്ട കാര്യം, Jesus was not just a prophet of words.
യേശു ചുമ്മാ വാക്കുകൾ കൊണ്ട് മാത്രം പ്രവചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. I understand people followed Jesus to just listen to those words. കർത്താവിന്റെ വാക്കുകൾ കേൾക്കുവാനായി മാത്രം ചില ആളുകൾ അവനെ അനുഗമിച്ചിരുന്നു. They would queue up, they would crowd up around Jesus to just listen to those precious words. യേശുവിന്റെ ലാവണ്യ വാക്കുകൾ കേൾക്കുവാനായി നിരവധി ആളുകൾ കൂട്ടം കൂട്ടമായി അവന്റെ അടുക്കൽ വരുമായിരുന്നു. We need to know the word of God. നമുക്ക് ദൈവത്തിന്റെ വചനം അറിയണം. We need to understand the word of God. ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കണം. Is that all? അത്ര മതിയോ? Is that all for a believer? അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് അത്ര മതിയോ? No, we need to use the power in the word of God. ദൈവവചനത്തിനകത്തുള്ള ശക്തിയെ നമ്മൾ ഉപയോഗിക്കണം. Hallelujah. Hallelujah. How many of you understand what I'm telling you? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Number 4, power to protect us. 4, നമ്മളെ സംരക്ഷിക്കുവാനുള്ള ശക്തി. 2 Peter 1:3-4. 2 പത്രോസ് 1:3 വചനം. It talks about the power that is given to us for protecting us from evil. നമ്മളെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുവാനായി അവൻ നൽകിയിരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. The power of Jesus is very much capable enough to protect us. കർത്താവിന്റെ ശക്തി നമ്മളെ സംരക്ഷിക്കുവാൻ തക്ക മതിയായ ശക്തിയാണ്. There are many stories in the Bible talking about the power of God protecting us. ദൈവത്തിന്റെ സംരക്ഷിക്കുന്ന ശക്തിയെക്കുറിച്ച് പറയുന്ന നിരവധി വചനഭാഗങ്ങളുണ്ട്. You know about Shadrach, Meshach and Abednego? നിങ്ങൾക്കറിയാമല്ലോ ശദ്രക്കും മേശക്കും അബേദ്നെഗോയും. 3 young men in the Old Testament during Daniel's time. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 3 ചെറുപ്പക്കാർ. They were living in the kingdom of King Nebuchadnezzar. നെബൂഖദ്നേസർ രാജാവിന്റെ രാജ്യത്തിൽ അവർ വസിച്ചിരുന്നു. And what did King Nebuchadnezzar tell them to do? എന്താണ് നെബൂഖദ്നേസർ രാജാവ് അവരോട് ചെയ്യുവാൻ ആജ്ഞാപിച്ചത്? He told them to worship a bronze image in the middle of the city. ഒരു താമ്ര ബിംബത്തെ ഈ പട്ടണത്തിൽ ഉയർത്തിയിരിക്കുന്ന ആ വിഗ്രഹത്തെ ആരാധിക്കുവാനായി നെബൂഖദ്നേസർ പറഞ്ഞു. When all men and women were freely bowing down, bowing their heads to the bronze image, these 3 loyal young men did not worship the bronze image. താമ്രം കൊണ്ടുണ്ടാക്കിയ ഈ വലിയ വിഗ്രഹത്തെ എല്ലാ ജനവും കുമ്പിട്ട് വീണ് ആരാധിക്കുമ്പോൾ ഈ 3 ചെറുപ്പക്കാർ അതിനെ കുമ്പിടാതെ നിവർന്നു നിന്നു. They were loyal to the Lord. അവർ കർത്താവിനോട് കൂറുള്ളവരായിരുന്നു. And because of that, അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് they had trials, they had to face tribulations. അവർക്ക് പ്രശ്നങ്ങളെയും കഷ്ടതകളെയും നേരിടേണ്ടി വന്നു. The king Nebuchadnezzar ordered them to be thrown into the fire. ഈ 3 പേരെയും തീയിലേക്ക് വലിച്ചെറിയുവാനായി രാജാവ് ആജ്ഞാപിച്ചു. They said, we are all right, we have no problem going to the fire. അവർ പറഞ്ഞു ഞങ്ങൾക്ക് തീയിൽ വലിച്ചെറിയപ്പെടുന്നതിന് ഒരു പ്രശ്നവുമില്ല. They had confidence. The people were amazed at their confidence. അവരുടെ ഉറപ്പും ധൈര്യവും കൊണ്ട് ജനം അത്ഭുതപ്പെട്ടു. So they were put in the fire. അവരെ തീയിലേക്ക് എറിഞ്ഞു. And what happened in the fire? എന്താണ് തീയിൽ സംഭവിച്ചത്? As the people were looking, ആളുകൾ നോക്കി നിൽക്കുമ്പോൾ, as the people thought the 3 young men would be burned in the fire. ആളുകൾ വിചാരിച്ചു ഈ 3 ചെറുപ്പക്കാരും തീയിൽ കത്തിച്ചാമ്പലാകും. They will be reduced to ashes. അവർ ചാരമായി പോകും. What did that happen? അത് സംഭവിച്ചോ? What actually happened? എന്താ ശരിക്കും സംഭവിച്ചത്? The Bible says a 4th one came down into that fire. 4ാമനായി ഒരു വ്യക്തി ആ അഗ്നിച്ചൂളയിലേക്ക് ഇറങ്ങി വന്നു. The 4th one like a son of man came down into that fire. മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവൻ ആ തീയിലേക്ക് ഇറങ്ങി വന്നു. And what did that son of man do? എന്താണ് ആ മനുഷ്യപുത്രൻ ചെയ്തത്? He gave them divine protection. അവൻ അവർക്ക് ഒരു ദൈവിക സംരക്ഷണം നൽകി. Nothing happened to the 3 young men. ഈ 3 പേർക്കും ഒന്നും സംഭവിച്ചില്ല. Hallelujah. ഹല്ലേലൂയ. You see, angels are always around us. നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. They are always protecting us. അവർ നമ്മളെപ്പോഴും സംരക്ഷിക്കുകയാണ്. When we have the power, the angels always protect us from our enemies. നമ്മൾ കർത്താവിന്റെ ശക്തി വഹിക്കുന്നവരാകയാൽ കർത്താവിന്റെ ദൂതന്മാർ നമുക്ക് എപ്പോഴും സംരക്ഷണമുണ്ട്. But sometimes we cannot see the angels because it is in the unseen. പലപ്പോഴും അവർ അദൃശ്യ ലോകത്തിലുള്ളവരായതുകൊണ്ട് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് അവരെ കാണാൻ കഴിയുകയില്ല. We cannot see with our naked eyes. നമ്മളുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് അവരെ കാണാൻ But സാധിക്കില്ല. sometimes these angels are revealed to our enemies. എന്നാൽ പലപ്പോഴും നമ്മളെ ആക്രമിക്കാൻ വരുന്നവർ നമ്മുടെ ശത്രുക്കൾക്ക് ഈ ദൂതന്മാർ അവർ കാണാറുണ്ട്. There's this incident which happened in Africa. ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. You want to listen to another story? വീണ്ടും ഒരു കഥ കേൾക്കാലോ? Incident in Africa. ആഫ്രിക്കയിൽ നടന്ന കഥ. There was this missionary. അവിടെ ഒരു മിഷണറി So ഉണ്ടായിരുന്നു. his house was really in USA, in Michigan, USA. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനം അമേരിക്കയിലെ മിഷിഗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. So he had a church there. അവിടെ ഒരു സഭയുണ്ടായിരുന്നു.
Probably many of you must have heard the story already. ഒരുപക്ഷെ ചില ആളുകൾ ഈ കഥ കേട്ടിട്ടുണ്ടാകാം. But anyway, this person had a church in Michigan. മിഷിഗണിൽ അദ്ദേഹത്തിന് ഒരു സഭയുണ്ടായിരുന്നു. That was his home church. അദ്ദേഹത്തിന്റെ മാതൃസഭയായിരുന്നു. But being a missionary, he went to Africa to do a lot of good works for Christ. താൻ എന്നാൽ ഒരു മിഷണറി ആയതുകൊണ്ട് ആഫ്രിക്കയിൽ കർത്താവിന് വേല ചെയ്യുവാനായി കടന്നുപോയി. So he was working in a hospital too in Africa while doing the missionary works. താൻ മിഷണറി വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് താൻ താമസിച്ചുകൊണ്ടിരുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. So in the hospital they needed supplies and medicines. ആ ഹോസ്പിറ്റലിൽ അവർക്ക് മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരണങ്ങളൊക്കെ ആവശ്യമായിരുന്നു. So they were living near a jungle. So to get the supplies and medicines they had to go to the next town through the jungle. ഈ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾക്കും മരുന്നുകൾക്കുമായിട്ട് ഒരു കാടിനടുത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഈ കാടിനകത്തുകൂടെ അടുത്ത ടൗണിലേക്ക് പോകണം. So this man who would bravely do that, he would go through the forest each day, each week, and he would go and buy supplies. എന്നാൽ ഈ സുവിശേഷകൻ വളരെ ധൈര്യത്തോടെ കാട്ടിലൂടെ എല്ലാ ആഴ്ചയും പോയി പട്ടണത്തിൽ നിന്നും മരുന്നുകളൊക്കെ കൊണ്ടുവരും. So one day he was going through the forest, he reached the other town, he was going to buy the supplies and the medicines. ഒരിക്കൽ പതിവ് പോലെ താൻ ആ വനത്തിലൂടെ കടന്നുപോയി ആ ടൗണിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കാൻ പോവുകയാണ്. And he saw an injured man on the road. താൻ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ റോഡിൽ സൈഡിൽ കിടക്കുന്നതാണ് കണ്ടു. The man was shivering and struggling. ആ വ്യക്തി വളരെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കഷ്ടപ്പെടുകയായിരുന്നു. So this person ran and went to that person. എന്നാൽ ഈ വ്യക്തി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. This missionary came and treated that person, cared for that person, treated all the injured wounds. ഈ വ്യക്തി ഓടിച്ചെന്ന് തന്റെ മുറിവുകൾ കഴുകുകയും താൻ മുറിവ് കെട്ടുകയും ചെയ്തു. He did a lot of things. He cared for him. അദ്ദേഹത്തിന് വേണ്ടി താൻ നല്ല രീതിയിൽ പരിചരിച്ചു. He also shared the gospel with him. തന്നോട് സുവിശേഷവും പങ്കുവെച്ചു. And after he did that, അവനെ ചെയ്ത ശേഷം he bought all the things. ആ സാധനങ്ങളൊക്കെ പോയി വാങ്ങി. He went back to the hospital. ആ ആശുപത്രിയിലേക്ക് മടങ്ങി ചെന്നു. And it became really late in the night. അങ്ങനെ എത്തിയപ്പോഴത്തേക്കും വളരെ രാത്രി വൈകിയായിരുന്നു. And he was passing through the forest. താൻ ഹോസ്പിറ്റലിലേക്ക് എത്തുവാനായി താൻ വനത്തിലൂടെ കടക്കുകയാണ്. And because it was night, he thought he would camp there. He would stay there during the night. താൻ വിചാരിച്ചു ഇത്രയും രാത്രി ആയതുകൊണ്ട് അവിടെ താമസിക്കാം, ക്യാമ്പ് ചെയ്യാം. And these people, the person who was injured and his friends had followed this person. ഈ മുറിവേൽറ്റ് നേരത്തെ കിടന്നിരുന്ന വ്യക്തിയും അവന്റെ കൂട്ടരും ഈ വ്യക്തിയെ അനുഗമിച്ചുകൊണ്ടിരുന്നു. Why did he follow? എന്തുകൊണ്ടാണ് ഇവര് അനുഗമിച്ചതെന്നറിയാമോ? I will tell you right now. പറയാം. So this person rose up and went back to his hospital next morning. പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് മടങ്ങി ചെന്നു. Nothing happened. ഒന്നും സംഭവിച്ചൊന്നുമില്ല. Next week he again went to the town to buy supplies. അടുത്ത ആഴ്ച വീണ്ടും താൻ മരുന്ന് വാങ്ങിക്കാൻ ടൗണിൽ പോയി. So he reached and he saw that person again. ഇവിടെ വീണ്ടും ആ വ്യക്തിയെ കാണുകയാണ്. The injured man again. ആ മുറിവേറ്റ് നേരത്തെ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ വീണ്ടും അയാൾ അവിടെ കാണുകയാണ്. So and this time the man wasn't injured. He came and rushed forward to this person. He started confessing. ഈ തവണ അദ്ദേഹം ഓടി വന്നിട്ട് ഒരു കാര്യം തന്നോട് പറഞ്ഞു. He said, after you went, we followed you. നിങ്ങൾ കടന്നുപോയ ശേഷം ഞങ്ങൾ നിങ്ങളെ അനുഗമിച്ചു, പുറകെ നിങ്ങൾ അറിയാതെ വന്നു. Me and my friends, we followed you to the woods. ഞങ്ങൾ ഈ കാട്ടിലൂടെ നിങ്ങൾ അറിയാതെ ഞങ്ങൾ പിന്തുടർന്നു. And we saw you in the camp. You are all praying, and we saw you in the camp, and you went to sleep. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഒളിച്ച് ഞങ്ങൾ കണ്ടു നിങ്ങൾ അവിടെ ക്യാമ്പിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഉറങ്ങാൻ പോകുന്നതും കണ്ടു. And we thought we would loot you. We thought we could rob you and take all your money and all your supplies. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ നിങ്ങളെ എല്ലാം കൊള്ളയടിച്ച് നിങ്ങളുടെ മുഴുവൻ പണവും നിങ്ങളുടെ മരുന്നുകളെല്ലാം കൊള്ളയടിക്കുവാൻ ഞങ്ങൾ പദ്ധതിയിട്ടു. So we are trying to break in. We are trying to rob you. ഞങ്ങൾ ശരിക്കും നിങ്ങളെ മോഷ്ടിക്കുവാനായി തുരത്തുവാനായി ആഗ്രഹിച്ചു. So we jumped in and suddenly something stopped us. ഞങ്ങൾ അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ ചാടിക്കടക്കലും എന്തോ ഒരു കാര്യം ഞങ്ങളെ തടഞ്ഞു നിർത്തി. We looked up. ഞങ്ങൾ മുകളിലേക്ക് നോക്കി. They were like pillar-like creatures. ഒരു തൂണ് പോലെ വലിയ ജീവികളെ ഞങ്ങൾ കണ്ടു. With white robes, radiant faces, pillar-like creatures. വലിയ വെളുത്ത വസ്ത്രധാരിയായി തേജസ്സുള്ള മുഖമുള്ള വലിയ ജീവികളെയാണ് ഞങ്ങൾ കണ്ടത്. And they immediately recognized it was angels. അവർക്ക് വേഗത്തിൽ മനസ്സിലായി ഇത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. And then they were really afraid. They were terrified. അവർ പേടിച്ചു പോയി. And they started counting the number of angels. അവര് ആ ദൂതന്മാരുടെ എണ്ണം എടുക്കാൻ തുടങ്ങി. He started counting 1, 2, 3, 4, and he finished counting 22, 23, 24, 25, 26. എണ്ണി 26 വരെ എണ്ണി. And then again, and this person was saying the story in his home church in Michigan. ഈ വ്യക്തി ഈ നടന്ന കാര്യം തൻ്റെ മിഷിഗണിലുള്ള സഭയിൽ പറയുകയായിരുന്നു. And at that point of his message, തൻ്റെ ആ സന്ദേശം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ a person in the audience stood up. ആ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്നു. And he said, which day did this happen? ഏത് ദിവസമാണ് ഇത് സംഭവിച്ചത്? And he said, such and such a date.
ഇന്ന മാസം ഇന്ന തീയതിയാണ്. And he said, I also prayed for you on that day. ആ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. I was playing golf. ഞാൻ ഗോൾഫ് And കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. suddenly in my spirit I felt an urge to pray for you. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു പ്രേരണയുണ്ടായി. And I decided to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. I took a lot of brothers from church and we prayed together in tandem. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചില സഹോദരന്മാർ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And this missionary in his home church asked the people, those who prayed for him, to stand up. അദ്ദേഹം പറഞ്ഞു, അന്ന് ഈ ചെറുപ്പക്കാരോടൊപ്പം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. And suddenly some young men stood up. അന്ന് പ്രാർത്ഥിച്ച ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നു. And then this person started counting the brothers who prayed for him. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരന്മാരുടെ എണ്ണം താൻ എടുക്കാൻ തുടങ്ങി. He started counting 1, 2, 3, 4. 1, 2, 3, 4. And he finished at 22, 23, 24, 25, 26. 23, 24, 25, 26. 26 prayer warriors. 26 പ്രാർത്ഥനാ പോരാളികൾ. 26 prayer warriors prayed for him in Michigan. 26 പ്രാർത്ഥനാ പോരാളികൾ മിഷിഗണിൽ ഇരുന്ന് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. 26 heavenly messengers came down from the heaven in Africa. 26 സ്വർഗീയ ദൂതന്മാർ ആഫ്രിക്കയിലേക്ക് ഇറങ്ങി വന്നു. Hallelujah. ഹല്ലേലൂയ. Do you know the power of your prayer? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾക്കറിയാമോ? When you pray, the power of God will be revealed and divine protection will be given to you. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. മാത്രമല്ല ദൈവത്തിന്റെ പ്രത്യേക ഒരു സംരക്ഷണം കർത്താവ് നിങ്ങൾക്ക് നൽകും. You know, persecutions might come, trials might come, tribulations might come. They might all come to put the fire of you. പ്രശ്നങ്ങൾ വന്നേക്കാം, ഉപദ്രവങ്ങൾ വന്നേക്കാം, വലിയ തീ നിന്റെ മേൽ കോരി ഇട്ടേക്കാം. But if you have the power of God, കർത്താവിന്റെ ശക്തി നിന്റെ അകത്തുണ്ടെങ്കിൽ you have nothing to fear. നിങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമേയില്ല. Divine protection is yours. കർത്താവിന്റെ വലിയ സംരക്ഷണം നിന്റെ അവകാശമാണ്. Even when you go through difficult situation, even when you go through the valley of the shadow of death, നിങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയാലും മരണനിഴലിൽ താഴ്വരയിലൂടെ കടന്നുപോയാലും the devil will come and remind you, പിശാച് വന്ന് നിന്നെ ഓർമ്മിപ്പിക്കും, you are going down. നീ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. Devil might say your business is going down. പിശാച് പറയും നിന്റെ ബിസിനസ് താഴെ പോവുകയാണ്, Your finances are going down. നിന്റെ സാമ്പത്തികം താഴെ പോവുകയാണ്. But tell him I have the power of the resurrection. പക്ഷെ അവനോട് പറയുക എന്റെ അകത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. And I can do everything through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. The devil might come in and say you have family problems. പിശാചിന്റെ കുടുംബ പ്രശ്നങ്ങൾ നിന്നോട് പറയുമായിരിക്കാം. Tell him I have the power of his resurrection. അവനോട് പറയുക എനിക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. And me and my household we will serve the Lord together. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ചേർന്ന് ഞങ്ങൾ കർത്താവിനെ സേവിക്കും. The devil might say you have a big problem, you have no one to be with you. പിശാച് പറയുമായിരിക്കാം നിനക്കൊരു വലിയ പ്രശ്നമുണ്ട്, നിന്റെ കൂടെ ആരുമില്ല. You have a big disease. നിനക്കൊരു വലിയ രോഗമുണ്ട്. You are a cancer patient. നീ ഒരു ക്യാൻസർ രോഗിയാണ്. Tell him I have the power of the resurrection. പറയുക എനിക്ക് യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയുണ്ട്. And he is the God that healeth me. അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവ. Hallelujah. Hallelujah. By his wounds we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. How many of you can declare that today? എത്ര പേർക്ക് അതൊന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയും? I have the power of the resurrection of God. യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ മേലുണ്ട്. Say that loud. യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ മേലുണ്ട്. Say that one more time. യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എൻ്റെ മേലുണ്ട്. Hallelujah. ഹല്ലേലൂയ. Hallelujah. Put your hands together and worship the Lord. എല്ലാവരും കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ ഒരുമിച്ച് ചേർന്ന് ആരാധിച്ചാൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജനുവരി 22 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടി, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ജനുവരി 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ഈ പ്രയർ ടൈമിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ ലോകം എമ്പാടുമുള്ള അനേക ലക്ഷ്യങ്ങൾ ഒരുമിച്ച് കണക്റ്റഡ് ആകുകയാണ് കർത്താവിനോട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ നിമിഷങ്ങളിൽ തന്നെ നിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൈനീട്ടി രോഗികളെ സൗഖ്യമാക്കണമേ. ക്ഷയരോഗം ബാധിച്ച വ്യക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ
പൂർണ്ണമായും വിടുതലിലേക്ക് ഈ സമയത്ത് വരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. സരസ എന്നു പേരുള്ളൊരു സഹോദരി ഇതുപോലെ ബോഡിയിൽ നാഡീവ്യവസ്ഥകൾക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ട് ശരീരം മുഴുവൻ ബലക്ഷയം വന്നുകൊണ്ടിരിക്കുന്നു. സരസ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ അന്നനാളത്തിന് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾക്കകത്തുള്ള കല്ലുകൾ പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് വെളിയിലേക്ക് പോകട്ടെ. 2 കിഡ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. പ്രവർത്തനരഹിതമായ കിഡ്നികളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലിലേക്ക് ഇപ്പോൾ വരട്ടെ. അതുപോലെ അരക്കെട്ടിന് പ്രയാസമുള്ള ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഒരു സർജറി, ഹിപ്പ് ജോയിൻറ്റിൽ ഒരു സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കാൽമുട്ടിലുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ കാലിൻ്റെ അടിയിൽ ആണി രോഗമുള്ള ചില വ്യക്തികൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അവർക്ക് ലഭിക്കട്ടെ. ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി യേശുവിനോട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ കൊടുക്കുന്ന വിടുതലുകൾക്കായി നന്ദി പറയുന്നു. ഏത് വിഷയത്തിൽ, സാമ്പത്തിക വിഷയമാകട്ടെ, ദാമ്പത്യ വിഷയമാകട്ടെ, ജോലിയിലുള്ളതോ ബിസിനസ്സിലുള്ളതോ ആയ പ്രയാസങ്ങളാകട്ടെ, ശുശ്രൂഷയിലുള്ള പ്രയാസമോ എന്തിലും കർത്താവ് നീ മഹാത്ഭുതം ചെയ്യണമേ എന്നിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന നീ ചെവിക്കൊണ്ടതിനായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ചിലരോട് ഇന്ന് ആവശ്യപ്പെടണം. മാത്രമല്ല, ഈ ആഴ്ചയിൽ നാളെ നമുക്ക് ആലപ്പുഴയും മറ്റന്നാൾ കുന്നംകുളത്തും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം. Amazon.com പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.